ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തോൽവിയിൽ രാജിക്കില്ലെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുഖ്യമന്ത്രിയെ പരിഹസിച്ച രമേശ് ചെന്നിത്തല. CPM-ന് കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ CPI രംഗത്തിറങ്ങുകയാണ്. നടക്കുന്ന കാര്യമാണോ? നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും? കാഞ്ഞിരത്തിൽ ഒരു 1000 വർഷം പാലിലിട്ടാലും അതിന്റെ കയ്പ് മാറുമോ സാർ? തൃശൂരിൽ BJP-യെ ജയിപ്പിച്ചത് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ. LDF-ന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല. അത് അറമ്പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ, അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട്, പക്ഷേ ഇടതില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. LDF പരസ്യം അറം പറ്റിയതായി PK കുഞ്ഞാലിക്കുട്ടി. CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഇടത് വോട്ടുകൾ BJP-ക്ക് കിട്ടിയെന്നും ജില്ലാ നേതാക്കൾ. ചുമതല ഏറ്റെടുത്ത കേന്ദ്രമന്ത്രിമാർ ഗൗരവമുള്ള ദൌത്യമെന്ന് സുരേഷ് ഗോപി. വോട്ടർമാരോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി പരിഹസിച്ച രാഹുൽ ഗാന്ധി. സർക്കാരിനെ അഭിനന്ദിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ. വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചെങ്കിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടനെ എന്ന് രാഹുൽ ഗാന്ധി. അയോധ്യയിൽ മാത്രമല്ല വാരണാസിയിലും മോദിക്ക് തിരിച്ചടിയുണ്ടായേനെ എന്ന് രാഹുലിന്റെ പരിഹാസം. UP നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രചാരണം തുടങ്ങാനും കോൺഗ്രസ്. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ നാളെ. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും. മന്ത്രിസഭയിൽ BJP-ക്ക് 2 മന്ത്രിമാർ. മോഹൻ മാജി ഒഡീഷയുടെ മുഖ്യമന്ത്രിയാകും. BJP-ക്ക് നരേന്ദ്രമോദിക്കുമെതിരെ RSS. യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ലെന്ന് മോഹൻ ഭഗവത്. हमारे यहाँ तो परंपरा सहमति बनाकर चलने की है. सहमति बने इसलिए संसद बनती है, लेकिन ऐसी सहमति बनना स्पर्धा करके आए लोगों में थोड़ा कठिन भी रहता है. മണിപ്പൂർ വിഷയത്തിൽ പരിഹാരമുണ്ടാകണം. പ്രസ്താവന സ്വാഗതം ചെയ്ത NCP. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ദുരൂഹത തുടരുന്നു. മൊഴിമാറ്റത്തിന് പിന്നിൽ സമ്മർദ്ദമെന്ന് യുവതിയുടെ അച്ഛൻ. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. കൊലപാതക കേസിൽ കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ അറസ്റ്റിൽ. പിടിയിലായത് രേണുകാസ്വാമി കൊലക്കേസിൽ. കൊലപാതക കാരണം സുഹൃത്തായ നടിക്ക് അശ്ലീല സന്ദേശം അയച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിമർശനവുമായി സുപ്രീംകോടതി. പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് കോടതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസ് അയച്ചു. മലബാർ മേഖലയിലെ +1 സീറ്റ് പ്രതിസന്ധി സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഒരു മാർക്കുണ്ട്, ഒരു ഗ്രേസ് മാർക്കുണ്ട്, പഞ്ചായത്തിന് ഒരു ഗ്രേസ് മാർക്കുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ടും ആ ഫുൾ A+ കാരികൾക്ക് അല്ലെങ്കിൽ ആ ഫുൾ A+ ഉള്ള കുട്ടികൾക്ക് ഇത്തവണത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോ അവിടുന്ന് ഇങ്ങനെ കുരക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് സർ? ഇതൊരു വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. മനുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം. ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു. സൗബിൻ ഷാഹിറിനെയും ED ചോദ്യം ചെയ്യും. അന്വേഷണം കള്ളപ്പണ ഇടപാട് കേസിൽ. മലാവി വൈസ് പ്രസിഡന്റ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. സൗലോസ് ചിലിമ സഞ്ചരിച്ച വിമാനം കാണാതായത് ഇന്നലെ. വിമാനത്തിലുണ്ടായിരുന്ന 10 പേരും മരിച്ചു. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി. രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാജിവെക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? 2004 AK ആന്റണി രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ കാരണമാണ്. അത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? പണ്ട് AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് 2004 അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞങ്ങളോട് ബഷീർ ചോദിച്ചു, ബഹുമാനായ ബഷീർ, അദ്ദേഹത്തെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്, നാണവും ഉളുപ്പും ഉണ്ടോ എന്ന്. ഞങ്ങൾക്ക് നാണവും ഉളുപ്പും ഇല്ലാതിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല. അതെ, ഓ ഇംഗ്ലീഷൊന്നല്ല ഇംഗ്ലീഷൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. നാണവും ഉളുപ്പും ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത് വേറെ, ഇതാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ ലീഗിന് വരുന്ന ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഇത് ഈ ജയത്തിന്റെ വലിയ തോതിലുള്ള ഒരു മത്തുപിടുത്തം അതുണ്ടായിരിക്കുന്നു എന്നാണ്. അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശൂരിൽ ക്രൈസ്തവ സഭ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷ പരാമർശവുമായി മുഖ്യമന്ത്രി. UDF-നൊപ്പം മറ്റെല്ലാ സ്ഥലത്തു നിന്ന് ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കരുതേണ്ടെന്നും അവിടെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് ഈ വിജയം? എങ്ങനെയാണ് UDF-ന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്? ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, UDF-നോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കുമെന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അകത്ത് പോകാതിരിക്കാൻ CPM BJP-യുമായി ചേർന്ന് നടത്തിയ നാടകമാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ. മോദിക്കും അമിത്ഷായ്ക്കുമെതിരായി പിണറായി വിജയൻ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. CPM-ൽ നിന്ന് വോട്ട് മറിച്ച ദല്ലാളുമാരായ ചരിത്രം പിണറായിയും MV ഗോവിന്ദനെയും രേഖപ്പെടുത്തുമെന്നും VD സതീശൻ പറഞ്ഞു. നിങ്ങളും BJP-യും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു അൺഹോളി നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട്. സാറ് തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ തന്നെ അത് മുഴുവൻ തെളിയിക്കപ്പെട്ടു. നിങ്ങളുടെ നേതാക്കളും BJP-യുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തിയാണ്. നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുമോ? ഒരുമിച്ച് ബിസിനസ് നടത്തിയ ആദ്യം നിഷേധിച്ചു. ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ആ ലെവലിലേക്ക് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തലത്തിലേക്ക് നിങ്ങളുടെ BJP നേതാക്കളും CPM നേതാക്കളുമായി മാറി. മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി തിരുത്തണമെന്നാണ് പറയുന്നതെന്നും എന്നാൽ 1000 കൊല്ലം പാലിലിട്ടാലും കാഞ്ഞിരത്തിന്റെ കയ്പ് മാറുമോ എന്നും ചെന്നിത്തല പരിഹസിച്ചു. മുഖ്യമന്ത്രിക്ക് നല്ല മാറ്റമുണ്ടെന്നും നികൃഷ്ടജീവിയും പരനാറിയും വെച്ച് നോക്കുമ്പോൾ വിവരദോഷി നല്ല പദമാണെന്നും ചെന്നിത്തല പറഞ്ഞു. CPM-ന് കഴിയാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ CPI രംഗത്തിറങ്ങുകയാണ്. നടക്കുന്ന കാര്യമാണോ? നമുക്ക് ചിരിക്കാനല്ലാതെ എന്ത് കഴിയും? കാഞ്ഞിരത്തിൽ ഒരു 1000 വർഷം പാലിലിട്ടാലും അതിന്റെ കയ്പ് മാറുമോ സാർ? മുഖ്യമന്ത്രി തിരുത്തൽ വരുത്തുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. നികൃഷ്ടജീവി എന്നാണ് ഒരു ക്രിസ്തീയ ബിഷപ്പിനെ വിളിച്ചത്. പരനാറി എന്നാണ് ഒരു ജനപ്രിയ നേതാവിനെ വിളിച്ചത്. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വിവരദോഷി അല്പം മയപ്പെട്ട പദമാണ് സാർ. നല്ല പുരോഗമനമുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്.
കരുവന്നൂർ ബാങ്ക് കേസിൽ അകത്തു പോകാതിരിക്കാൻ ബി.ജെ.പിയുമായി CPM ഉണ്ടാക്കിയ ഒത്തുതീർപ്പാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബംഗാളിലെ സ്ഥിതിയിലേക്ക് കേരളത്തിലും CPM മാറുകയാണ്. കോൺഗ്രസിനെ തകർക്കാൻ CPM ബി.ജെ.പിയെ സഹായിക്കുന്നതായും ചെന്നിത്തല ആരോപിച്ചു. കരുവന്നൂർ ബാങ്കിൽ അകത്തു പോകാതിരിക്കാൻ വേണ്ടി ബി.ജെ.പിയും CPM നടത്തിയ നാടകമാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സർ. നിങ്ങൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജയിലുകളിൽ പോകാതിരിക്കാൻ, മാസപ്പടി വിവാദത്തിൽ നിങ്ങളെ അന്വേഷിക്കാതിരിക്കാൻ കേരളത്തിലെ ബി.ജെ.പി നേതൃത്വവുമായി നിങ്ങൾ ഉണ്ടാക്കിയ കൂട്ടുകെട്ടും അന്തർധാരയുമാണ് കേരളത്തിൽ ബി.ജെ.പിക്ക് ഇത്രയും വലിയ വോട്ട് കൂടിയിട്ടുള്ളത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന LDF പരസ്യം അറം പറ്റിയതായി P.K. കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുണ്ട്, പക്ഷേ ഇടതില്ല എന്ന അവസ്ഥയാണ്. ഇന്ത്യ മുന്നണിയുടെ ജയം ഇന്ത്യയെ രക്ഷിച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല. അത് അറം പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ, അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണുണ്ട്, പക്ഷേ ഇടതില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സർ, ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്നല്ല, കോൺഗ്രസ് വന്നു. പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർടൈസ് ചെയ്തതാണ്. അതിലുണ്ടായിരുന്നത് ഇടതില്ല എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ്. ഇടതില്ല, പക്ഷേ കോൺഗ്രസ് 100 തേച്ചപ്പോൾ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നോക്കക്കാരെ ആരും ഇനി 2ാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൃശൂരിൽ ബി.ജെ.പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് എന്ന് M.V. ഗോവിന്ദൻ. 2016 നേമത്ത് സംഭവിച്ചത് എന്താണോ അതുതന്നെ തൃശൂരിലും സംഭവിച്ചു. LDFന് 16,000 വോട്ട് കൂടിയപ്പോൾ UDFന് കുറഞ്ഞത് 86,000 വോട്ടുകളാണ്. സംസ്ഥാനത്ത് LDF തോൽവി അപ്രതീക്ഷിതമാണെന്നും വിശദമായി പരിശോധിക്കുമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാതെ പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. അത് ഗവൺമെന്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധം പോലുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും. എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, തൃശ്ശൂർ എന്താ സംഭവിച്ചത്? തൃശ്ശൂർ സംഭവം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 2018 അല്ല 2019 ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? നിങ്ങൾക്ക് 9.81% വോട്ടാണ് കുറഞ്ഞത്. 86,965 വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞു. എവിടെയാ പോയ ഈ വോട്ടെല്ലാം? ഭാവി കൂടി മുന്നിൽ കണ്ടാണ് രാജ്യസഭാ സീറ്റ് 2 ഘടകകക്ഷികൾക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തുള്ള CPM തീരുമാനം. കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ തുടരേണ്ടത് മധ്യകേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അനിവാര്യമാണെന്നും CPM നേതൃത്വം വിലയിരുത്തുന്നു. CPM-ന് രാജ്യസഭയിൽ വളരെ ചുരുങ്ങിയ അംഗബലം മാത്രമാണുള്ളത്. ജൂലൈ 1 4 ചുരുങ്ങും. ഒരു ബ്ലോക്കായിരിക്കാനുള്ള അവസരം കൂടി അവർക്ക് നഷ്ടമാകും. ലോക്സഭയിലും 4 അംഗങ്ങൾ മാത്രമാണുള്ളത്. അപ്പോഴും ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് മുന്നണി മര്യാദയുടെ പേര് പറഞ്ഞ്, മുന്നണിയുടെ കെട്ടുറപ്പിന്റെ പേര് പറഞ്ഞ് CPM തയ്യാറായത് ചെറിയ ലക്ഷ്യങ്ങളോടെ അല്ല. കാരണം ഇപ്പോഴത്തെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാലും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം വലിയ നേട്ടമാണ് മധ്യ തിരുവിതാംകൂറിൽ ആ മേഖലയിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിക്കൊടുത്തത്. അതേ ഒരു പ്രകടനം ഇത്തവണയും CPM ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്തേക്ക് 1 വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. നിയമസഭയിലും തിരിച്ചു വരാനാണ് CPM-ന്റെ ശ്രമം. ഭരണത്തിൽ തുടരാനാണ് CPM-ന്റെ ശ്രമം. ഭരണ തുടർച്ചയാണ് CPM
ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചില നഷ്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി മേഖലകളിലൊക്കെ ശാക്തിക മേഖലകളിലൊക്കെ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടായെങ്കിലും അത് തിരിച്ചു വരാൻ കേരള കോൺഗ്രസ് ഒപ്പമുണ്ടെങ്കിൽ കഴിയുമെന്ന പ്രതീക്ഷ CPM-നുണ്ട്. ആ മുൻകൂട്ടിയുള്ള ലക്ഷ്യമാണ്. അതായത് ഇപ്പോഴത്തെ നഷ്ടം ഭാവിയിലെ നിക്ഷേപമാക്കി മാറ്റുകയാണ് CPM. അതുകൊണ്ടാണ് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറായത്. CPI-യുമായും ഈ ഘട്ടത്തിൽ ഒരു പിണക്കത്തിന് CPM തയ്യാറല്ല. കാരണം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചു നേരിടുമ്പോൾ മുന്നണിക്കുള്ളിൽ ഒരു അസ്വാരസ്യം കൂടി ഉണ്ടാകുന്നത് CPM ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കേരള കോൺഗ്രസിനെ വിട്ടുകളയാതെ പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനെ സ്വീകരിക്കാൻ UDF-ഉം അതുപോലെ BJP-യും ഒക്കെ തയ്യാറ് നിൽക്കുമ്പോൾ അവരെ വിട്ടുകൊടുക്കുന്നത് രാഷ്ട്രീയ ബുദ്ധിയല്ല, രാഷ്ട്രീയമായ വലിയ അബദ്ധമാകുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് CPM ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. അതിന്റെ ഗുണം ഭാവിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് CPM നേതൃത്വത്തിന് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എറണാകുളത്തെ കനത്ത തോൽവിയിൽ CPM ജില്ലാ കമ്മിറ്റിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നാണ് വിലയിരുത്തൽ. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തോൽവിക്ക് കാരണമായി. സംഘടനാ ദൌർബല്യവും തിരിച്ചടിയായി. ഇടത് വോട്ടുകൾ BJP-ക്കും കിട്ടിയെന്നും വിമർശനം ഉയർന്നു. മൂന്നാം മോദി സർക്കാരിൽ ചുമതലയേറ്റ മന്ത്രിമാർ അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, S ജയശങ്കർ, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവർ ഓഫീസിലെത്തി ചുമതലയേറ്റു. കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്ര സഹമന്ത്രിമാരായും ചുമതല ഏറ്റെടുത്തു. സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെയും ജോർജ് കുര്യൻ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ചുമതലയാണ് ഏറ്റെടുത്തത്. ഗൌരവമുള്ള ദൌത്യമാണെന്നും ഒരിടത്തും നിരാശനാകില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. Have to learn the ministry, the ministry's dispersal, responsibility and capacity, and how I can be or a participant in enhancing the dispersal capacity of the ministry. I am worried about my films, my Prime Minister, my Home Minister. They are my two solid leaders. Naddaji, the three of them will call me for a meeting. They will inquire into my dire needs and then set the standard of my ministry to facilitating to pursue my passion. നേരത്തെ വന്നിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും ന്യൂനപക്ഷ മന്ത്രാലയം വളരെ പ്രധാനപ്പെട്ട മന്ത്രാലയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരെയും കേട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി കേരളത്തിലെത്തി. കരിപ്പൂരിൽ വിമാനമിറങ്ങിയ അദ്ദേഹം ഇന്ന് കോഴിക്കോട് തങ്ങും. നാളെ രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തും. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി തുടർന്ന് EK നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനു ശേഷം മറ്റന്നാൾ തൃശൂരിലെത്തും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. NDA യോഗം ചന്ദ്രബാബു നായിഡുവിനെ നേതാവായി തെരഞ്ഞെടുത്തു. ജനസേന നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും. മന്ത്രിസഭയിൽ BJP-ക്ക് 2 അംഗങ്ങൾ ഉണ്ടാകും. അമരാവതി തന്നെ ആന്ധ്രയുടെ തലസ്ഥാനമാകുമെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. നാളെ രാവിലെ 9:30-ക്ക് ഗന്നവാരത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മോഹൻ മാജി ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയാകും. നാളെ ഭുവനേശ്വറിലാണ് സത്യപ്രതിജ്ഞ. ഭുവനേശ്വറിൽ ചേർന്ന BJP സംസ്ഥാന നേതൃയോഗമാണ് മോഹൻ മാജിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും MP-മാരുമായി കേന്ദ്ര നിരീക്ഷകരായ രാജ്നാഥ് സിംഗും ഭൂപേന്ദ്ര യാദവും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് മോഹൻ മാജിയെ തെരഞ്ഞെടുത്തത്. BJP-ക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി RSS. യഥാർത്ഥ ജനസേവകന് അഹന്ത പാടില്ലെന്ന് മോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് RSS സർസംഘചാലക് മോഹൻ ഭഗവത് പരാമർശിച്ചു. തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ല. മണിപ്പൂർ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. चुने क्यों जा रहे लोग संसद में जाएंगे, बैठकर अपने देश को चलाएंगे, सहमति बनाकर चलाएंगे. हमारे यहां तो परंपरा सहमति बनाकर चलने की है. सहमति बने इसलिए संसद बनती है, लेकिन ऐसी सहमति बनना स्पर्धा करके आए लोगों में थोड़ा कठिन भी रहता है. टेक्नोलॉजी का सहारा करके असत्य बातें परोसी गई, नितांत असत्य.
दो पक्ष है, विरोधी पक्ष कहते हैं, मैं प्रतिपक्ष कहता हूं। वो विरोधी नहीं है, उसको विरोधी मानना भी नहीं चाहिए। वो प्रतिपक्ष है, वो एक पहलू उजागर कर रहा है, उसका भी विचार होना चाहिए। മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയെ പ്രതിപക്ഷം സ്വാഗതം ചെയ്തു. മണിപ്പൂരിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഇത് തന്നെയാണ് തങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതെന്ന് NCP MP സുപ്രിയ സുലെ പ്രതികരിച്ചു. Well, I welcome his statement from the bottom of my heart because Manipur is a part of India. It's an integral part of India, and when we see our people suffering so much, it is extraordinarily disturbing for all of us, and this is something we have been asking. The India Alliance has been asking for the longest time that let's have a discussion, let's form a good committee with all party, let's visit, let's give Manipur the confidence. Everything doesn't get solved with a gun. You need love also with it, and compassion and empathy. It's a duty to prioritize the issue. He also added. Absolutely. I thank Mr. Bhagwat because he has been so gracious. This is something the India Alliance has been asking for last over 18 months. ഉത്തർപ്രദേശിൽ BJPക്ക് നേരിട്ട തിരിച്ചടി അവസരമാക്കി കോൺഗ്രസ്. വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചെങ്കിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടേനെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJPക്ക് അയോധ്യ സീറ്റ് നഷ്ടമായി. അയോധ്യയിൽ മാത്രമല്ല വാരണാസിയിലും മോദിക്ക് തിരിച്ചടിയുണ്ടായെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. റായ്ബറേലിയിൽ നടന്ന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. और सिर्फ अयोध्या में नहीं भाई और बहनों, सिर्फ अयोध्या में नहीं, वाराणसी में जान बचा के निकले हैं प्रधानमंत्री। और मैं आपको कहता हूं और बहन से कह रहा हूं, अगर ये लड़ जाती वाराणसी में, अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री 2-3 लाख वोटों से वाराणसी का चुनाव हार जाते। मैं ये बात अहंकार से नहीं कह रहा हूं, मैं ये इसलिए कह रहा हूं क्योंकि हिंदुस्तान के प्रधानमंत्री को हिंदुस्तान की जनता ने मैसेज दिया है, ये आपकी जो राजनीति है हमें अच्छी नहीं लगी, हम इसके खिलाफ हैं, हम नफरत के खिलाफ हैं, हम हिंसा के खिलाफ हैं, हम मोहब्बत का देश चाहते हैं, हम प्रगति चाहते हैं, हम बेरोजगारी के खिलाफ हैं। आपने 10 साल इस देश में बेरोजगारी फैलाई, नफरत फैलाई, हिंसा फैलाई, और हिंदुस्तान की जनता ने हिंदुस्तान के प्रधानमंत्री को जवाब दिया है। മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. നിർമ്മാതാവ് ഷോൺ ആന്റണി ED ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യും. കള്ളപ്പണ ഇടപാടുകളാണ് അന്വേഷണം നടക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസ് നിലവിലുണ്ട്. സിനിമയ്ക്ക് 7 കോടി രൂപ മുടക്കിയയാൾക്ക് 250 കോടി ലാഭമുണ്ടാക്കിയിട്ടും മുതൽ പോലും നൽകിയില്ലെന്നാണ് പരാതി. പന്നിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം കാരണമെന്ന് അച്ഛൻ. പെൺകുട്ടി പ്രതി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും ഇന്നലെയാണ് മകളെ കാണാനില്ലാതായതെന്ന് അറിഞ്ഞതെന്നും യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. എന്നാൽ യുവതിയുടെ അച്ഛന്റെ ആരോപണം രാഹുലിന്റെ കുടുംബം തള്ളി. യുവതിയെ തടവിൽ വെച്ചിട്ടില്ലെന്നും എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു രാഹുലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. അതിന്റെ പരാതിയില്ലെന്ന് യുവതി സത്യവാങ്മൂലം നൽകി. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. കൊലപാതക കേസിൽ കന്നഡ സൂപ്പർതാരം ദർശൻ തുഗ്ദീപ അറസ്റ്റിലായി. ചിത്രദുർഗ സ്വദേശിയായ രേണുകസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ബംഗളൂരു പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഷംനയുടെ റിപ്പോർട്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിമർശനവുമായി സുപ്രീംകോടതി. ക്രമക്കേട് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്നും മറുപടി വേണമെന്നും കോടതി. സംഭവത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപിച്ചുള്ള ഹർജിയിലാണ് നോട്ടീസ്. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ചയില്ലെന്നാണ് NTA നിലപാട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂല മാറ്റവുമായി UGC. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർഷത്തിൽ 2 തവണ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ UGCയുടെ അനുമതി. അടുത്ത വർഷം മുതലാണ് പുതിയ നിർദ്ദേശം നടപ്പിലാക്കുക. ഇനി മുതൽ ജനുവരി, ഫെബ്രുവരി, ജൂലൈ, ഓഗസ്റ്റിലും പ്രവേശന നടപടികൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം.
സൗഹൃദം സ്ഥാപിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ യൂട്യൂബർ അറസ്റ്റിലായി. തൃശൂർ ഈസ്റ്റ് പോലീസാണ് യൂട്യൂബർ എറണാകുളം സ്വദേശി ജയശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും ഇയാൾ തട്ടിയെടുത്തു. പരാതിക്കാരിയുമായുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. വിഴിഞ്ഞം വലിയ കടപ്പുറത്ത് വിദ്യാർത്ഥിയെ കടലിൽ കാണാതായി. വിഴിഞ്ഞം സ്വദേശി ഹെനോക്കിനെയാണ് കാണാതായത്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംഭവം. കടലിനടുത്തുള്ള സ്റ്റേഡിയത്തിൽ കളിച്ചിട്ട് മൂവർ സംഘം കടലിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട കുട്ടിയെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്ത, 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത വരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്ത 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ എംബസി അറിയിക്കുന്ന വിവരങ്ങൾ. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ഇത് സംബന്ധിച്ച് ആരാണ് മരിച്ചത്, അവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ വരുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അറിയിക്കുന്ന വിവരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.